പക്ഷേ കണ്ട QS കത്തി കണ്ട. R15S എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പക്ക നമ്മുടെ V3 എന്താണോ അത് തന്നെയാണ്. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇനി ഇങ്ങനെ ഞാൻ വ്ളോഗ് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും കോപ്പി അടിച്ചു ആശാനെ കോപ്പി അടിച്ചെന്നൊന്നും പറയണ്ട, പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റീലൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും, R15M പറ്റിയുള്ളൊരു വീഡിയോ. ഇത് ഏറ്റവും പുതിയ R15M ആട്ടോ. അത്യാവശ്യം കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. സോ ലുക്ക് വൈസ് R15 V4-ൻ്റെ M വേർഷനാണ് നമ്മുടെ ഇരിക്കുന്നത്. പിന്നെ V3 ഓണേഴ്സിന് ഒരു ഹാപ്പി ന്യൂസ്. നിങ്ങളെല്ലാവരും അറിഞ്ഞോ ഇല്ലെന്നറിയില്ല, ഒരു പട്ടി പുറകെ പോയി. അപ്പോൾ R15S എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പക്ക നമ്മുടെ V3 എന്താണോ അത് തന്നെയാണ് ആ ഒരു R15S എന്ന് പറഞ്ഞ വേർഷനിൽ നമുക്ക് കാണാൻ പറ്റാം. അപ്പോൾ ഒരു V3 അവർ റീലോഞ്ച് ചെയ്തു സത്യം പറഞ്ഞാൽ, പക്ഷേ R15S എന്നുള്ളൊരു പേരിലാണ് ഇപ്പോൾ അവർ റീലോഞ്ച് ചെയ്തേക്കണേ. സോ അതാണ് നമ്മുടെ R15നെ പറ്റി. പിന്നെ ഇതാണ് നമ്മുടെ M വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ 2,44,000 2.5 ലക്ഷം രൂപ വരും. പിന്നെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യണത് 2,10,000 രൂപ എന്നാണ് നമ്മുടെ R15ൻ്റെ S വേർഷൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതൊക്കെയാണ് പ്രൈസിങ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. R15 V4 ഇറങ്ങിയപ്പോൾ തന്നെയുള്ള ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഈ വണ്ടി കാണാൻ പറ്റുക. പക്ഷേ ഇതിൽ കുറച്ച് നമ്മൾ എക്സ്ട്രാ ആക്സറീസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ യമഹയുടെ ആക്സറി തന്നെയാണ്. നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ്, ലിവർ പ്രൊട്ടക്റ്റേഴ്സ്, അതുകൂടാണ്ട് ക്രാഷ് പ്രൊട്ടക്റ്റ്, നമ്മുടെ ഫ്രെയിം സ്ലൈഡേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ ഉണ്ട്, അത് ഞാൻ ഊരി കളഞ്ഞായിരുന്നു, അത് വലിയ ഭംഗി ഉണ്ടായില്ല. അതാണ് മെയിൻ കുറച്ച് ആക്സറീസ് ഇതിൽ ആഡ് ചെയ്തേക്കണം. പിന്നെ നമുക്ക് USB ചാർജറും കേട്ടോ, ഇതൊക്കെ നമുക്ക് എല്ലാ R15ലും ആഡ് ചെയ്യാം. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ നമുക്ക് സ്റ്റാൻഡേർഡ് ആണ് R15M വേർഷനിൽ. ഇതിൽ ട്രാക്ഷൻ കൺട്രോളും ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ അപ്ഡേറ്റ് ഇത് ഈ ഒരു TFT ഡിസ്പ്ലേ ആണ്. കളർഫുൾ TFT ഡിസ്പ്ലേ ആണ്. രാത്രി പോകുമ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ ഓൾറെഡി ട്രാക്ക് മോഡിൽ തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതേ കണ്ട യമഹ Y മോട്ടോർ സൈക്കിൾ കണക്റ്റിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ, മെസ്സേജ്, കോൾ നോട്ടിഫിക്കേഷൻ, പിന്നെ വണ്ടിയുടെ ഡാറ്റ എല്ലാം നമുക്ക് ഫോണിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ 2 മോഡ്സ് കേട്ടോ, അതായത് 2 ഡിസ്പ്ലേ മോഡ്. ഇത് ട്രാക്ക്, അതായത് ഹയർ RPM ആയിരിക്കും കൂടുതൽ എടുത്ത് കാണിക്കുക. ഇത് നമ്മുടെ നോർമൽ സ്ട്രീറ്റ് മോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ മോഡിൽ നമുക്കിവിടെ ഓഡോമീറ്റർ, ട്രിപ്പ് 1 ട്രിപ്പ് 2, ഇവിടെ നമുക്ക് ആവറേജ് ഫ്യൂൽ എക്കണോമിയും അവർ കാണിക്കുന്നുണ്ട്. സോ യെസ്, അതാണ് ഇതിൽ വന്നതിനെ കുറച്ച് ഡിഫറൻസ്. പിന്നെ M വേർഷനിൽ ഇപ്പം നമുക്ക് കാണാം, ഇതാണ് അതിൻ്റെ സ്വിച്ച് ഗിയേഴ്സ് കേട്ടോ. നമുക്ക് സെൽഫ്, സ്റ്റോപ്പ്, കിൽ സ്വിച്ച് അവിടെ തന്നെയാണ്. നമുക്കിവിടെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് സെലക്ട് സ്വിച്ച് തന്നെ കേട്ടോ. അത് കൊള്ളാം, നമ്മുടെ ഹാൻഡിൽ ബാറിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ M അല്ലാണ്ടുള്ള വേർഷനിൽ 2 വേർഷനിലാണ് നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ കാണാൻ പറ്റുക. അതായത് നമ്മുടെ ബ്ലൂ, ആ ഒരു ബ്ലൂവും പിന്നെ ഒരു വൈറ്റും ഉണ്ട്. അതിൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ എല്ലാ R15ലും സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രശ്നമില്ല, എല്ലാ വണ്ടിയിലും സ്റ്റാൻഡേർഡ് ആയിട്ട് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ മാത്രം നമുക്ക് 3 വണ്ടികളിലേ ഉള്ളൂ. S-ലില്ല, പിന്നെ റെഡ് വേരിയൻറ്റിലില്ല, ബ്ലാക്ക് കളറിലില്ല. ബാക്കി 3 വേരിയൻ്റ്, അതായത് M-ഉം താഴെയുള്ള ബ്ലൂവും പിന്നെ വൈറ്റ്, ഇതിൽ രണ്ടും ക്വിക്ക് ഷിഫ്റ്റർ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട, അതൊക്കെ ഓൾറെഡി അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്ജസ്റ്റബിൾ ലിവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അത്ര വലിയ സുഖമൊന്നുമില്ല. നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല R15 സത്യം പറയാം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. വോക്ക് അറൗണ്ട്, ഡിഫറൻസ് വിത്ത് V3, റൈഡ് റിവ്യൂ, എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ വണ്ടി കിട്ടിയപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ് സ്റ്റാർട്ട് ഹിം അപ്പ്. അതേ ഒരു അഗ്രസീവ് പൊസിഷൻ, എന്താ രസം. 155cc ആയാലും ഉണ്ടല്ലോ, വണ്ടി കയറുമ്പോഴുള്ളൊരു സുഖം. ഹൈ RPM നമുക്ക് വൈബ്രേഷൻസ് ഒക്കെ ഫീൽ ചെയ്യും. ബട്ട് സ്റ്റിൽ ഒരു രസമാണ്, ഒരു സത്യം പറഞ്ഞ ഒരു വികാരമാണ് കേട്ടോ R15 കൊണ്ടുവന്നേക്കണ ആ ഒരു വികാരം എനിക്ക് തോന്നാനുള്ള വേറൊരു ഈ ഒരു സെഗ്മെൻറ്റിൽ വണ്ടി ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കണ്ടോ. ഇതൊക്കെ രാത്രി പോകുമ്പോഴല്ലേ ജില്ലായിട്ട് കത്തിക്കൊണ്ടിരിക്കുക മൊത്തം. അപ്പോൾ നമുക്ക് പയ്യെ പോകാൻ. ട്രാക്ഷൻ കൺട്രോളൊക്കെ വർക്കിംഗ് ആണ്. ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ കത്തി കിടക്കണമെന്ന് വെച്ചാൽ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണെന്നാണ്. ക്വിക്ക് ഷിഫ്റ്റർ ഇപ്പോൾ കത്തിയിട്ടുള്ള കാര്യം, ഒരു RPM കഴിയുമ്പോൾ അത് കത്തുള്ളൂ. പിന്നെ VVA ഓൺ ആകുമ്പോൾ ആ ഒരു 7400 RPM കഴിയുമ്പോഴത്തേക്കും ഈ VVAയുടെ ഇതും ഓൺ ആവും കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ, ഇറ്റ്സ് ടു ഹോട്ട്. കണ്ട QS കത്തി, കണ്ട ശ്രദ്ധിച്ച് നോക്കിയോ, കണ്ട QS കത്തി. വിട്ടാൽ QS പോവും. ത്രോട്ടിൽ ഓപ്പൺ ആയിരിക്കണം, വണ്ടി റണ്ണിങ്ങും ആയിരിക്കണം, RPM കയറണം, എന്നാലേ ക്വിക്ക് ഷിഫ്റ്റർ നമുക്ക് വർക്ക് ചെയ്യുള്ളൂ. ക്വിക്ക് ഷിഫ്റ്റർ ഇസ് വെരി വെരി സ്മൂത്ത്.
ഒന്നും പറയാനട്ടോ, അടിപൊളി ക്വിക്ക് ഷിഫ്റ്ററാണ്. സസ്പെൻഷൻ സൈഡൊക്കെ റിയർ സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ഒന്നുമില്ല, പ്രീലോഡും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഹാർഡ്, അത്യാവശ്യം ഹാർഡാണ്. നമുക്ക് റോട്ടിൽ ഓടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്യാവശ്യം ചെറിയ ചെറിയ ബംസൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നല്ല ഹെവി ഗട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബോഡിയിൽ ഫീൽ ചെയ്യും. പക്ഷേ വണ്ടി എന്ത് രസമായിട്ടാണെന്നറിയാമോ കയറണേ. എനിക്ക് ആ ഒരു 150cc ആണെങ്കിലുണ്ടല്ലോ 200ൻ്റെ പെർഫോമൻസ് നമുക്ക് ഈ ഒരു R15 നമുക്ക് കിട്ടും. ആൻഡ് ഒന്നും പറയാനില്ല, ട്രാക്ഷൻ കൺട്രോൾ ഈസ് വർക്കിംഗ് ഗുഡ്. പക്ഷേ ക്വിക്ക് ഷിഫ്റ്റർ ഈസ് സോ സ്മൂത്ത്. വേണ്ടോ, ഭയങ്കര സ്മൂത്ത്, ഒരു ജേർക്കും ഇല്ല, ഒന്നുമില്ലാണ്ടാണ് ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ വർക്ക് ചെയ്യണേ. ഡുവൽ ഹോൺ, ഈ ഒരു R15M ഡുവൽ ഹോൺ വേർഷൻ ആട്ടോ. ഇത് 2 ഹോൺ ഉണ്ട്, ഇതിലാണ് ഹോൺ. പിന്നെ ഒന്ന് യൂസ് ടു ആവണം നമ്മൾ ഈ വണ്ടിയിൽ ഇരിക്കുമ്പോഴത്തേക്കും. അത് പിന്നെ എല്ലാവർക്കും അറിയാം, ഇങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് യൂസ് ടു ആയാലേ നമുക്ക് ഈ വണ്ടി ഓടിക്കാനുള്ള ഒരു ഫീലും സുഖവും കിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ഭയങ്കര ഫ്ലിക്കബിളാണ് വണ്ടി, ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ നല്ല രസമാണ് നമുക്ക് ഓടിക്കാൻ. എൻജിൻ ഈസ് ഓൾസോ സ്മൂത്ത്. ഹൈ റെവ്സിൽ മാത്രമേ നമുക്ക് ഈ ഒരു വൈബ്രേഷൻസും കാര്യങ്ങളും ഫീൽ ചെയ്യാൻ മുകളിലോട്ട്. നമുക്ക് 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച്, അതിൻ്റെ ആ ഒരു സുഖമാണ് നിങ്ങൾ കണ്ടത്. വേറെ ഒരു എന്താണത്, ഹായ് കില്ലർ വൈബ്സ് ഉള്ളി ചേട്ടാ. കാറ്റില്ല, കുറവാ. പഞ്ചറാണോന്ന് ഡൗട്ടുണ്ട്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. സ്ലൈഡേഴ്സ് അത് ഞാൻ കാണിച്ചായിരുന്നല്ലോ ഓൾറെഡി, സ്ലൈഡേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ദ വ്യൂ. നല്ല രസമാണ്. രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് രാത്രിത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഇറ്റ്സ് ഗുഡ്. ആ റെഡ് വേർഷൻ കണ്ടോ, അതിൽ നമ്മൾ പൈസ എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ ഇത് കയറണം കേട്ടോ. ഉള്ളൂ ഫ്ലൈറ്റ്. ഓക്കെ, വി ഹാവ് എ സ്മോൾ ഓപ്പൺ റോഡ്. ഇപ്പോൾ ലൈറ്റ് എത്തുക കണ്ടോ. ക്വിക്ക് ഷിഫ്റ്റർ അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ക്വിക്ക് ഷിഫ്റ്റർ കേട്ടോ. ഭയങ്കര സ്മൂത്ത് എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്താണ്. ഇതായിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്റർ ഞാൻ ഒളിപ്പോരെ. യെസ്. പിന്നെ ബ്രേക്ക് വൈസ് എല്ലാം അടിപൊളി തന്നെയാണ്. ഇതിന് നല്ല ആപ്റ്റായിട്ടുള്ള ബ്രേക്ക് ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ലിവേഴ്സ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ ലിവേഴ്സ് കാരണം ചില സമയത്ത് എനിക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ കുറച്ച് ലാഗ് തോന്നണം. എന്തോ എനിക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് അത്ര പിടിച്ചിട്ടില്ല. മൈലേജൊക്കെ അടിപൊളി മൈലേജാണ്. ഇപ്പോൾ ഫ്യൂൽ എക്കണോമി കാണിക്കണ 1 ലിറ്ററിൽ 100 കിലോമീറ്ററോ, 1 ലിറ്റർ കറണ്ട് ഫ്യൂൽ എക്കണോമി 1 ലിറ്ററിൽ 100 കിലോമീറ്റർ ഓടുമെന്നാണ് പറയണത്. അപ്പോൾ ശരിക്കുള്ള ഫ്യൂൽ എക്കണോമി ഇപ്പോൾ കാണിക്കുക 2.6 ലിറ്റർ പെർ 100 കിലോമീറ്ററാണ്. അതായത് ഏകദേശം നമുക്കൊരു എനിക്ക് തോന്നുന്നു 40ഒക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അത് നമ്മൾ നല്ല പൊളിച്ച് ഓടിച്ചിട്ടൊക്കെയാണ്. ഇത് നമുക്ക് ശരിക്കും വണ്ടി നമ്മൾ മര്യാദക്കൊക്കെ ഓടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു നല്ല മൈലേജ് നമുക്ക് കിട്ടും. എനിക്ക് V3 എനിക്കൊരു 58 ആ റേഞ്ചിലൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും ചിന്തിക്കാൻ പോകുന്ന ഒരു 150cc വണ്ടി നമ്മൾ ഈ 2.5 ലക്ഷം രൂപ കൊടുത്ത് M വേർഷൻ വാങ്ങണോ അതോ കുറഞ്ഞ വേർഷൻ വാങ്ങണോ അതോ V3 വാങ്ങണോ. അപ്പോൾ V3 ഇഷ്ടമുള്ളവർക്ക് ഇപ്പോഴും R15S എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടാൻ അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ കിട്ടും. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ, ട്രാക്ഷൻ കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ക്വിക്ക് ഷിഫ്റ്റർ ചിലയിലൊക്കെ നമ്മൾ ആഡ് ഓൺ എന്നുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ ട്രാക്ഷൻ കൺട്രോൾ എല്ലാത്തിലും ഉണ്ട്. പിന്നെ മീറ്റർ ഇതിന് TFE ആണെങ്കിൽ ബാക്കിയുള്ളതിനെല്ലാം LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റില്ലെന്നറിയില്ല. മറ്റേതിന് മുമ്പത്തെ വേർഷന് നമുക്ക് ഓഫ് ചെയ്യാം. സോ നമ്മുടെ ഉടനെ തന്നെ നമ്മുടെ യമഹയുടെ R7 വരണമെന്നില്ലെന്ന് അറിയില്ല. പക്ഷേ R3യും MTO3യും ഇന്ത്യയിൽ ലോഞ്ച് ആകുമ്പോണ്ട്. എനിക്ക് തന്നെ ഉടനെ നിങ്ങൾ കാണും 15th ഡിസംബറിലാണെന്ന് തോന്നുന്നു ലോഞ്ച്. അപ്പോൾ ആ വണ്ടി എന്തായാലും ലോഞ്ച് ആവുന്നുണ്ട്. അതിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഏകദേശം പ്രതീക്ഷിക്കാൻ പോണത് ഒരു ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 5 lakhs ഓൺ റോഡ് പ്രതീക്ഷിക്കാം കേട്ടോ. അത്രയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കണേ ആ വണ്ടി എന്നുള്ള പ്രൈസിങ്. അപ്പോൾ അറിയില്ല വിൽ ദാറ്റ് ബി എ വർത്ത് ദ പ്രൈസ്. പക്ഷേ R3 പണ്ടൊക്കെ ഒരു അടിപൊളി വണ്ടിയായിരുന്നു. ഈ വണ്ടികൾ നിർത്തുമ്പോഴാണല്ലോ എല്ലാവർക്കും ആ വണ്ടി അടിപൊളിയാണെന്ന് തോന്നുന്നത്. പക്ഷേ R3 വാസ് ഗുഡ്, ഗ്രേറ്റ് ബൈക്ക്. ആ പ്രൈസിങ്ങിനും എല്ലാം കൊണ്ടും നല്ല അടിപൊളി വണ്ടിയായിരുന്നു കേട്ടോ. ബാക്കിൽ കംഫർട്ടൊന്നും ഞാൻ അത്ര അടിപൊളിയായിട്ട് പറയില്ല. ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട് അത്ര അടിപൊളിയില്ല. സീറ്റൊക്കെ അത്യാവശ്യം ഒരു ഹാർഡർ സൈഡിലാണ് സീറ്റൊക്കെ ഇതിന് വന്നേക്കണേ. അത് R15 എൻജിൻ വെച്ചിട്ടുള്ളൊരു സ്കൂട്ടർ എയറോക്സ് ഇപ്പോൾ കിട്ടാൻ കേട്ടോ, ഭയങ്കര പാടാ കിട്ടാൻ.
ദാറ്റ് ഈസ് എ ജിമിനിയുടെ പുതിയ വേർഷൻ ആട്ടോ, തണ്ടർ എഡിഷൻ. വിലക്കുറവിന് ഇറക്കിയിട്ടുണ്ട്. ഹായ് അയ്യോ. അപ്പോൾ സീറ്റ് ഹൈറ്റ് പറയാൻ മറന്നു. സീറ്റ് ഹൈറ്റ് ഇത് എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് മുട്ടും അടങ്ങിയിരിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് 5'6" ആട്ടോ. അപ്പോൾ എനിക്കൊക്കെ ഇത് റെക്കോർഡിംഗ് ആണോ? എനിക്കൊക്കെ ഇത് ചില്ലാണ്, ഒരു കുഴപ്പമില്ല. വെയിറ്റും അങ്ങനെ തോന്നില്ല. ഭയങ്കര ഈസി ടു ഹാൻഡിൽ ആട്ടോ വണ്ടി. ആകെ പൊസിഷൻ കുറച്ച് സെറ്റായാൽ റെഡിയാവും. പിന്നെ ഇതിൻ്റെ മോൺസ്റ്റർ എഡിഷനും കൂടി ഉണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു എമ്മിനെക്കാട്ടും. ഇതാണ് നമ്മുടെ USB ചാർജർ കേട്ടോ. നമുക്ക് USB സെപ്പറേറ്റ് വെക്കണേണത്. ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് കുത്തും. അതെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ലൂസായി അപ്പം തന്നെ. ഓക്കെ, സോ നമ്മൾ വണ്ടി അങ്ങനെ തിരിച്ചു കൊടുക്കണതാണ്. അപ്പോൾ നമുക്കിന്ന് വണ്ടി തന്നത് നമ്മുടെ ഇൻഡൽ യമഹ. അവരുടെ പുതിയ ഷോറൂം ഇങ്ങോട്ടേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. പണ്ട് കളമശ്ശേരിയിലായിരുന്നു, ഇപ്പോൾ നമ്മുടെ എടപ്പള്ളി നമ്മുടെ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ തൊട്ട് സൈഡിൽ ഷോറൂമാണ് നമ്മുടെ ഇൻഡൽ യമഹ. ഇതാണ് നമ്മുടെ ഷോറൂം, ഇതാണ് നമ്മുടെ ഇൻഡൽ യമഹ. സർവീസ് സ്റ്റിൽ കളമശ്ശേരി തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഇത് നമ്മുടെ വണ്ടീനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനായിട്ട് ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാകും, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ ഈ സമയത്ത് തന്നെ നമ്മൾ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. സോ ഡോണ്ട് ഫൈറ്റ് ലൈക്ക് ബെല്ലേക്ക് അടുത്ത വീഡിയോ അറിയിക്കുന്ന സാധനം.